ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മൈഫ്രോക്സിൽ ഞാനൊരു ഗാർഡനിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളർത്താൻ പറ്റിയ ഓർക്കിഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇത് ഞാനൊരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഇനം വളരെ കോമൺ ആയ ഒരു ഇനമാണ് ഡെൻഡ്രോബിയം. ഞാൻ ഓർക്കിഡിനെ കുറിച്ച് ഇതിനു മുമ്പും 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ അവസാനം ചേർക്കുന്നുണ്ട്. ഓർക്കിഡ് എന്ന് നമ്മൾ നഴ്സറിയിൽ ചെന്ന് ചോദിച്ചാൽ സാധാരണയായി നമുക്ക് കിട്ടുന്ന ചെടി ഡെൻഡ്രോബിയമാണ്. പൂക്കളുടെയും ഇലകളുടെയും ഷേപ്പ് നോക്കി നമുക്ക് ഈ ഡെൻഡ്രോബിയം തിരിച്ചറിയാൻ പറ്റും. സാധാരണയായിട്ട് മുകളിലേക്കൊരു തണ്ടിൽ നിന്നും ഇലകളോടെ വളർന്നിട്ട് ഈ തണ്ടിൽ നിന്നുമാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ഡെൻഡ്രോബിയത്തിൻ്റെ പൂക്കൾ 2 മാസം വരെയൊക്കെ വാടാതെ നിൽക്കും. എല്ലാ ഓർക്കിഡിനെയും പോലെ തന്നെ ഡെൻഡ്രോബിയത്തിനും ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട. രാവിലെ 11 മണി വരെയൊക്കെ ഉള്ള വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ നമുക്കിതിനെ വളർത്താൻ പറ്റും. ആവശ്യത്തിന് വെളിച്ചം കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ഇലകൾ നോക്കി മനസ്സിലാക്കാം. ഇലകൾക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളർ അല്ലെങ്കിൽ അത് ഗ്രീൻ ആപ്പിളിൻ്റെ കളറായിരിക്കും. നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, അതിനാവശ്യത്തിനുള്ള സൺലൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ. ഇലകളിൽ മഞ്ഞ നിറം കണ്ടാൽ വെളിച്ചം കൂടിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ചെടിയെ കുറച്ചൊരു വെയിൽ കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. അതുപോലെ തന്നെ ധാരാളം വായു സഞ്ചാരമുള്ള ചെറിയ പോട്ടുകളിലോ അല്ലെങ്കിൽ ഈ കോൺ ഷേപ്പിലുള്ള നെറ്റുകളിലോ ഒക്കെയാണ് നമ്മളിതിനെ വളർത്തുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് മരത്തിൽ പറ്റിപ്പിടിച്ചും നമുക്കിവയെ വളർത്താൻ പറ്റും. ഞാനിവിടെ ഈ ചെടിയെ ഒരു PVC പൈപ്പിൽ കയർ ചുറ്റിയിട്ട് അതിൽ ഡയറക്റ്റ് ആയിട്ട് വളർത്തിയിരിക്കുകയാണ്. പക്ഷേ ചെടി ഇങ്ങനെ വളർന്നു വരാനായിട്ട് കുറച്ച് സമയം അധികം എടുക്കും. നമ്മൾ പോട്ടിൽ വളർത്തുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി സമയം എടുക്കും. ഇഷ്ടിക, കരി, ഈ തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ ഇവയൊക്കെയാണ് നമ്മൾ പോട്ടിംഗ് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. പോട്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. വളരെ നല്ല ഫ്ലഷിയായ തണ്ടും ഇലകളും ഉള്ളതിനാൽ ദിവസവും വെള്ളം ഒഴിക്കണമെന്നില്ല. ഡെൻഡ്രോബിയത്തിന് 3-4 ദിവസത്തിലൊക്കെ ഒരിക്കൽ വെള്ളം ഒഴിച്ചാൽ മതിയാവും. നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ചട്ടിയിൽ തൊട്ട് നോക്കുമ്പോൾ ഈർപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പൂക്കൾ ധാരാളം ഉണ്ടാകാനും ചെടിയുടെ വളർച്ചയ്ക്കും ജൈവവളങ്ങളോ അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയിച്ച് ഒഴിക്കുന്ന രാസവളങ്ങളോ ഒക്കെ കൊടുക്കാൻ പറ്റും. ഞാൻ സാധാരണയായിട്ട് 10 ദിവസത്തിലൊരിക്കൽ വെള്ളത്തിൽ അലിയിക്കുന്ന NPK 3:1:1 ആണ് ചെടിയുടെ വളർച്ചയ്ക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ NPK 1:3:3 പൂക്കൾ ഉണ്ടാവാനും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ നമുക്ക് പുതിയ ചെടികൾ ഇവയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ വേരുകളുള്ള പുതിയ മൂളങ്ങൾ മുറിച്ചെടുത്തിട്ട് പുതിയ പോട്ടിംഗ് മീഡിയത്തിൽ നട്ടുകൊണ്ട് നമുക്ക് പുതിയ ചെടികളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൂ വന്നതിന് ശേഷം മുരടിച്ച് നിൽക്കുന്ന ഇത്തരം തണ്ടുകളെ മുറിച്ചു മാറ്റുകയും ചെയ്യണം. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഡെൻഡ്രോബിയം നമുക്ക് വർഷം മുഴുവനും പൂക്കൾ തരുന്ന ചെടിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ചെടിയാണ്. ഈ സീരീസിൽ ഞാനിനിയും ഫെനലോപ്സിസ്, മൊക്കാറ, ഒൺസീഡിയം അഥവാ ഡാൻസിങ് ലേഡി എന്നിവയുടെ വീഡിയോസും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.